പാണപ്പുഴ മേനോൻകുന്ന് കാര്യപ്പള്ളി റോഡിന്റെ നവീകരണ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതായി പരാതി. തകർന്ന റോഡുകളും പൊടിശല്യവും കാരണം പൊറുതിമുട്ടിയിരിക്കുകയാണ് റോഡരികിൽ താമസിക്കുന്നവരും. എരമംകുറ്റൂർ പഞ്ചായത്തിലെ പ്രധാന റോഡാണ് പാണപ്പുഴ കുറ്റൂർ മേനോൻകുന്ന് പെരുവാമ്പ കാര്യപ്പള്ളി റോഡ്. നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഈ റോഡ് പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 12 കോടി രൂപ ചിലവിലാണ് നവീകരണ പ്രവൃത്തി നടത്തുന്നത്. കഴിഞ്ഞ വർഷം ആരംഭിച്ച പദ്ധതി ഇഴഞ്ഞു നീങ്ങുന്നതായാണ് പരാതി. പൊടിശല്യം കാരണം പ്രദേശത്ത് താമസിക്കാൻ കൂടി കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. പലയിടങ്ങളിലും റോഡ് കിളച്ചിട്ട് ജില്ലിക്കല്ലുകൾ നിരത്തിയതിനാൽ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കല്ലുകൾ ദേഹത്തേക്ക് തെറിക്കുന്നതും ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവായിരിക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു. ഇപ്പൊ റോഡ് എന്ന് പറഞ്ഞത് ഇത് മൊത്തം ഇളകിക്കിടക്കുന്നു. ഈ 1.5 ഇഞ്ച് ഇളകി കിടക്കുന്നതുകൊണ്ട് തന്നെ വണ്ടി പോകുമ്പോൾ പിന്നെ അടുത്ത് നടക്കുന്ന ആളെ പിന്നെ ശരീരത്തിലേക്ക് കല്ല് തെറിക്കുന്നു. അതേപോലെ 1-2 അപകടങ്ങൾ ഉണ്ടായവർ ഈ അടുത്ത പ്രദേശത്ത് തന്നെ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. അതേപോലെ കുട്ടികൾ പൊടിപാറിയിട്ട് സ്കൂൾ ബസ്സിൽ കയറാൻ പറ്റാത്ത അവസ്ഥ, റോഡ് സൈഡിൽ താമസിക്കുന്നവർക്കൊക്കെ പൊടിയുടെ ശല്യം, അതിരൂക്ഷമായ പൊടിശല്യമാണ്. അതേപോലെ ഒരു പണിയും പൂർത്തിയായി എന്ന് പറയാൻ പറ്റൂല. ഈ പല പണികളും നടന്നു തന്നെ രാത്രിയാണ്. ഈ ഓവിചാല് കോൺക്രീറ്റും മറ്റെല്ലാം രാത്രി വന്നിട്ടാണ് ഇവർ നാട്ടുകാർ കാണാത്ത സമയത്താണ് പണി നടന്നിട്ട് പോകുന്നത്. റോഡ് പണി നടക്കാത്തതിനാൽ ഏറെ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. എത്രയും പെട്ടെന്ന് തന്നെ റോഡ് ടാറിംഗ് പ്രവൃത്തി പൂർത്തീകരിച്ച് നൽകണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. കഴിഞ്ഞ കൊല്ലം ഇങ്ങനെ റോഡ് ടാർ ചെയ്യുന്ന പറഞ്ഞിട്ട് പല ഭാഗത്ത് ആളെ സ്ഥലം എടുത്തു, എല്ലാം എടുത്ത് ഇപ്പോൾ വണ്ടിക്ക് തന്നെ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയായിട്ടില്ല. അപ്പോൾ ഇതിനു മുമ്പേ ഞാനിപ്പോൾ 10-35 കൊല്ലം ഇവിടെ വണ്ടി എടുക്കുന്നത്. പക്ഷെ ഇതിനു മുമ്പേ കട്ട് റോഡ് ആണെങ്കിലും ഒരു തിരിഞ്ഞും മറിഞ്ഞും പോകേണ്ട റോഡ് ഉണ്ടായിന്. ഇപ്പം കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും നമുക്ക് ആകെ ഉള്ളൊരു ലൈൻ ബസ്സാണ് ഉണ്ടായിന്. പയ്യന്നൂര് കാര്യപ്പള്ളി ഒരു ബസ്സാണ് ഉണ്ടായിന്, കൃഷ്ണ. ആ ബസ് ഇപ്പം നിലച്ചിട്ട് പകുതി ബൈക്ക് വരെ ഓടുന്നു. പക്ഷെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, റോഡിന്റെ അവസ്ഥ വളരെ ദയനീയാവസ്ഥയാണ്. ഒരു ട്രിപ്പ് ഓടി ഒരു ട്രിപ്പ് ഓടാൻ പറ്റാത്ത അവസ്ഥയിലായില്ല. അപ്പോൾ ഇത് അനധികൃത എങ്ങനെ പെട്ടെന്ന് ഈ റോഡ് ടാർ ചെയ്യാൻ വേണ്ടി ഒന്ന് അഭ്യർത്ഥിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.